ചങ്ങായിമാർ, ഞാൻ ഇന്ന് രണ്ട് വാർത്ത നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ട് വാർത്ത മനസാക്ഷിയുള്ളവർക്ക്, മനുഷ്യത്വം ബാക്കിയുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരുന്ന രണ്ട് വാർത്തകൾ. ഒരേ തൂവൽ പക്ഷികളായ രണ്ട് ക്രൂരന്മാർ ചെയ്യുന്ന ക്രൂരതകൾ. ഒന്ന് ഇസ്രായേലിലെ നെതന്യാഹുവും, ഒന്ന് ഇന്ത്യയിലെ സംഘപരിവാറും കാട്ടുന്ന ഭയങ്കര ക്രൂരതകൾ. ഇസ്രായേലിനെ പറയുമ്പോൾ കുരുപൊട്ടുന്ന സംഘപരിവാറോട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും. എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ ചെയ്തിട്ടും അല്ലെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ട് സങ്കടം രേഖപ്പെടുത്തിയിട്ടല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഈ ക്രൂരത നിർത്താൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഒരു നിമിഷം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂരത നിർത്താൻ കഴിയും. പക്ഷെ അവരും ഇങ്ങനെ കണ്ണീരൊഴുക്കുവാന്നല്ലാണ്ട് ഇത് നിർത്താൻ വേണ്ടി യാതൊരു പരിപാടി നടന്നില്ല. നമുക്ക് എന്തായാലും ഇന്നലെ, ഇതൊന്നും ഒരുപാട് കാലം മുന്നേ ഉള്ളതല്ല, നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇന്നലെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ഒരു ആക്രമണത്തിന്റെ കേട്ട് മടുത്ത്. കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എന്ന് കേട്ടിട്ട് നമ്മളെ മനസ്സിൽ, നമ്മളെ തലച്ചോറിന് വരെ തയമ്പ് വന്ന്. എന്നിട്ടും നമുക്ക് വേദനിക്കുന്നുണ്ട്. അപ്പൊ എത്രമാത്രം ക്രൂരതയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആദ്യം ഇസ്രായേലിന്റെ കണ്ണില്ലാത്ത, എന്തായാലും പറഞ്ഞ വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കണ്ടേ, എന്നാലും ഇസ്രായേലിൽ തന്നെ പറയാനൊക്കെ തോന്നുന്നില്ല, ഈ നാറികളുടെ ക്രൂരത നമുക്ക് കണ്ടുനോക്കാം. ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ക്രൂരത. കുടിവെള്ളം ശേഖരിക്കാനെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 16 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയ ആക്രമണങ്ങൾ തുടരുകയാണ്. സൈനിക ഹമാസ് കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണക്കാർക്കെതിരെയും ഇസ്രായേൽ ഇന്നും ആക്രമണം നടത്തി. മധ്യ ഗാസയിൽ കുടിവെള്ളം ശേഖരിക്കാനെത്തിയവർക്ക് നേരെ ഡ്രോൺ മുഖേന മിസൈൽ ആക്രമണം നടത്തി. 6 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ തൽക്ഷണം മരിച്ചു. 7 കുട്ടികൾ ഉൾപ്പെടെ 16 പേർക്ക് പരിക്കേറ്റു. അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തായിരുന്നു ആക്രമണം. അതേസമയം സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അബദ്ധത്തിൽ സംഭവിച്ചതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. ഭീകരർക്ക് നേരെ പ്രയോഗിച്ച മിസൈൽ സാങ്കേതിക തകരാറുകളാൽ ലക്ഷ്യം തെറ്റി ജനവാസ മേഖലയിൽ പതിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണെന്നും ഇസ്രായേൽ സേന വിശദീകരിച്ചു. ആക്രമണത്തിൽ ഇസ്രായേൽ ഖേദം പ്രകടിപ്പിച്ചു. ഞായറാഴ്ച നടന്ന ഇസ്രായേൽ ആക്രമണത്തിലാകെ 19 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. ഇന്റർനാഷണൽ എന്താ അവസ്ഥ എന്നാലോചിച്ചോട്ടെ. ഇസ്രായേൽ ഭീകരർക്ക് നേരെ അയച്ചതാ പോലും, ഉന്നം തെറ്റി പോലും. ഇസ്രായേലിന് എപ്പോ ഉന്നം ഉണ്ടായിട്ടുള്ളത്? ഇറാന്റെ അടുക്കുന്ന കിട്ടി നല്ല വേദനിച്ചപ്പം ആ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് പാവപ്പെട്ട ഗസയിലേക്ക് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന, വെള്ളത്തിന് കാത്തു നിൽക്കുന്ന ആൾക്കാരെല്ലടാ നിങ്ങൾ കൊല്ലുന്നു. ചത്തൂടെ? നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ഈ വിടുന്ന മിസൈൽ ഉന്നം തെറ്റുന്നുണ്ടല്ല, ആ ഉന്നം തെറ്റുന്ന മിസൈൽ ഇസ്രായേൽ തന്നെ പതിക്കും. ദൈവം ഉണ്ടല്ല, നിങ്ങളും ദൈവവിശ്വാസികളാണെന്നല്ല പറയുന്നത്. അടുത്ത് തന്നെ കാരണം അത്രമാത്രം ക്രൂരത നിങ്ങൾ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയാണ്, ഗർഭിണികളെയാണ്, സ്ത്രീകളെയാണ് നിങ്ങൾ കൊല്ലുന്നത് ഭീകരരെന്നും പറഞ്ഞിട്ട്. ദൈവം അതിനി അധിക സമയമൊന്നും വരുത്തൂലട്ടാ. നിങ്ങളെ മിസൈൽ നിങ്ങളെ നെഞ്ചിൽ തന്നെ പതിക്കാൻ വേണ്ടി അധിക സമയം ഉണ്ടാവില്ല. ഇനി ഈ ഇസ്രായേലിനെ പറയുമ്പോൾ കുരുപൊട്ടുന്ന സംഘപരിവാർ ഡൽഹിയിൽ കാണിച്ചൊരു ക്രൂരത ഞാൻ കാണിച്ചില്ല. സംഘികൾക്ക് ഒരിക്കലും വേദനിക്കില്ല, പക്ഷെ നമുക്ക് വേദനിക്കും. അവിടെയുള്ള പാവം മനുഷ്യന്മാരോടാണ് ഈ സംഘപരിവാർ ഈ ക്രൂരത ചെയ്യുന്നത്. നമുക്ക് ആ ക്രൂരത കൂടി കണ്ടുനോക്കാം. ദില്ലിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ബിജെപിക്ക് പല വിഷയങ്ങളും തലവേദനയായി മാറുകയാണ്. അംഗീകാരമില്ലാത്ത കോളനികളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് വലിയ എതിർപ്പിന് ഇടയാക്കുകയാണ്. വേണ്ടത്ര തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് ഈ നീക്കം സർക്കാർ തുടങ്ങിയത്. വൈശാഖായൻ ഇക്കാര്യം പരിശോധിക്കുന്നു. നാൽപ്പത് വർഷമായി ഭൂമിഹീൻ കോളനിയിൽ ഹസീന ബീഗം താമസിച്ചിരുന്ന വീടും ഉപജീവന മാർഗമായിരുന്ന കടയും ജൂൺ 11 രാവിലെയാണ് ഉദ്യോഗസ്ഥർ ഇടിച്ചു നിരത്തിയത്. എല്ലാം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇത് ഹസീന ബീഗത്തിന്റെ മാത്രം അവസ്ഥയല്ല. ഭൂമിഹീൻ കോളനിയിൽ മാത്രം പൊളിച്ചത് 344 വീടുകളാണ്. രേഖകൾ ഹാജരാക്കിയ ചിലർക്ക് മറ്റൊരിടത്ത് ഫ്ളാറ്റ് കിട്ടി. പക്ഷേ പലരും ഒറ്റ ദിവസം കൊണ്ട് പെരുവഴിയിലായി. മാസങ്ങൾക്ക് മുൻപ് വോട്ട് ചെയ്യാൻ വരെ സാധുവായിരുന്ന രേഖകളൊന്നും പതിറ്റാണ്ടുകളായി താമസിച്ച കുടിലുകൾ പൊളിക്കാതിരിക്കാനോ പകരം വീട് ലഭിക്കാനോ ചേരികളിലെ ഈ പാവപ്പെട്ടവരെ സഹായിച്ചില്ല. ഭൂമിഹീൻ കോളനി മാത്രമല്ല, മദ്രാസി ക്യാമ്പും ജയിലർവാല ബാഗ് ക്യാമ്പും തൈമൂർ നഗർ ക്യാമ്പുമെല്ലാം സമാന രീതിയിൽ ഇടിച്ചു നിരത്തി. ഇതിനോടകം 4 കോളനികളിലായി പൊളിച്ചത് 1084 കുടിലുകൾ. ഈ കുടിലുകളിൽ താമസിച്ചിരുന്ന 9000 പേർക്ക് പകരം വീട് ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. 2011 സെൻസസ് പ്രകാരം ദില്ലിയിലെ ജനങ്ങളുടെ 10.8% പേരും താമസിക്കുന്നത് ചേരികളിലാണ്. ദില്ലിയെ അടിമുടി മാറ്റിമറിക്കുമെന്ന് അവകാശപ്പെട്ടാണ് ബിജെപി സർക്കാർ 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരമേറ്റത്. കുടിലിന് പകരം വീട് എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്ന്. പക്ഷേ കോടതി വിധിയടക്കം ആയുധമാക്കി പാവപ്പെട്ടവർ താമസിക്കുന്ന കോളനികൾ ഇടിച്ചു നിരത്തുകയാണ് അധികൃതർ. ഇതേ ചൊല്ലി രാഷ്ട്രീയ പോരും കനക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവേദികളിൽ കാണാതിരുന്ന അരവിന്ദ് കെജ്രിവാൾ നടപടിക്കെതിരെ ജന്തർ മന്ദറിലെ പ്രതിഷേധ ധർണയിൽ ആഞ്ഞടിച്ചു. ഇനിയും ജനങ്ങളെ പെരുവഴിയിലാക്കിയാൽ പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറുമെന്നാണ് AAP നേതാക്കൾ പറഞ്ഞത്. जिस तरह से इन्होंने बुलडोजर चलाए हैं, जिस तरह से पूरे दिल्ली को बर्बाद कर रहे हैं, इतनी गर्मी 50 डिग्री सेंटीग्रेड का तापमान, उस
उसके अंदर ये गरीबों की झुग्गियां तोड़ तोड़ के गरीबों को सड़क पे रहने के लिए बेबस कर रहे हैं। बच्चे बिलख रहे हैं, बच्चों के स्कूल जाना बंद हो गया। गर्मी के अंदर सड़क के ऊपर बिल्कुल निर्दयता से, बिल्कुल बेरहमी से इन्होंने आपकी जिंदगी बर्बाद कर दी। ജനങ്ങളിൽ നിന്നും കടുത്ത പ്രതിഷേധം ഉയരുമ്പോഴും നടപടികളുമായി മുന്നോട്ടെന്ന സൂചനയാണ് സർക്കാർ നൽകുന്നത്. വീട് നഷ്ടപ്പെട്ടവർ നൽകിയ ഹർജി ഈ മാസം സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഉപരിവർഗം താമസിക്കുന്ന അനധികൃത കോളനികൾക്ക് അംഗീകാരം നൽകാനുള്ള സർക്കാർ നടപടികളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും ദില്ലി സർക്കാരിനോടും DDIയോടും ഏപ്രിലിൽ വിശദീകരണം തേടിയിരുന്നു. ദില്ലി സർക്കാരിന്റെ ഈ ഇടിച്ചുനിരത്തൽ നയം എന്തായാലും തളർന്നുകിടന്ന സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജ്ജം നൽകുന്നുണ്ട്. എന്ത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഊർജ്ജം നൽകല്? നല്ല പൈസ, നല്ല ഊർജ്ജമുള്ള പൈസ BJPക്കാർ ഈ പ്രതിപക്ഷ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ എല്ലാം വായു മൂടിക്കൊണ്ട് നായി പോകുമ്പോൾ BJPന്റെ ബേക്കിൽ പോകും. ഈ പാവപ്പെട്ട കുടിൽ നഷ്ടപ്പെട്ടവര്, വീടല്ലട്ടാ കുടിലുകള്, ആ കുടിലുകൾ നഷ്ടപ്പെട്ടവര് പെരുവഴിയിൽ. അതായത് കുറച്ച് ദിവസം മുന്നേ, കുറച്ച് മാസം മുന്നേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ ഇവരിൽ ഇന്ത്യൻ പൗരനായിരുന്നു. അപ്പൊ ഇവർക്കെല്ലാം ഇവർ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോഴും അതെല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഇവർ ഇന്ത്യൻ പൗരനല്ല. കാരണം വോട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ കാർഡ് ഇവർക്ക് ഇപ്പം താമസിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. ഇവർ ഈ നാട്ടുകാരനല്ല എന്ന് പറയുന്നത്. സംഖ്യകൾ പറഞ്ഞത് മൊത്തം റോഹിംഗ്യ മുസ്ലിങ്ങളാണ്. വിവരമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കണം. അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചാനലുകൾ പറയുന്ന വാർത്തകൾ കിട്ടണം. അതിൽ പകുതിയും ഹിന്ദുക്കളാണ്. ഹിന്ദു നാമധാരികളല്ല സംഖ്യകളെ പോലെ ഹിന്ദുക്കൾ. അവിടെ അമ്പലങ്ങൾ വരെ പൊളിച്ചിട്ടുണ്ട് ഇതിന്റെ പേരും പറഞ്ഞിട്ട്. പക്ഷെ അമ്പലം ചേരികളിലാണ്. ചേരികളിലുള്ള ദൈവത്തിനെ ഇവർക്ക് ഇഷ്ടമല്ലല്ലോ. കൊട്ടാരങ്ങളിലുള്ള ദൈവങ്ങളാണല്ലോ ഇവർക്ക് വേണ്ടത്. സ്വർണം കൊണ്ടുണ്ടാക്കിയ അമ്പലങ്ങളിലുള്ള ദൈവത്തിനാണല്ലോ ഇവർക്ക് വേണ്ടത്. പാവപ്പെട്ടവൻ വിയർപ്പ് കൊണ്ടും അവന്റെ പ്രാർത്ഥന കൊണ്ടും ഉണ്ടാക്കിയ അമ്പലങ്ങൾ ഇവർക്ക് വേണ്ടല്ല. അതാണ് സംഖ്യകൾ. എന്നിട്ട് ഇവർക്ക് അതിലും പക്ഷാപാതം കാണിക്കുന്നുണ്ട്. അവിടെ പൊളിച്ച വീടുകളിൽ കുറച്ചു പേർക്ക് ഇവർ വീട് കൊടുക്കുന്നുണ്ട്. അത് ആർക്കായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാല്ല. ഉന്നത കൊല ആ ടീമിന് നല്ല വീട് കൊടുക്കും. എന്നിട്ട് ഈ പാവങ്ങള് ഒന്നുമില്ലാണ്ട് തെരുവില്, തുണിവരിയില്ലാണ്ട്, വസ്ത്രം പോലും ഇല്ലാണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളടക്കം കിടന്നുറങ്ങലാണ്. പക്ഷെ നമ്മളെ കേരളത്തിലെ സംഖ്യകൾ പറയുന്ന അതൊന്നും കുഴപ്പമില്ല. അതും പോരാണ്ട് സുപ്രീം കോടതി ഹർജി പരിഗണിക്കാൻ നിൽക്കുന്നു. അന്തിമ വിധി വരാൻ നിൽക്കുന്നു. അതിനു മുന്നേ പൊളിച്ച് കോടതിയെല്ലാം പിന്നെ സംഖ്യക്ക് എന്ത് കോടതി? കോടതി വരെ ഒഴിവാക്കാനാണ് നോക്കുന്നത്. ഭരണഘടന തിരുത്തിയെഴുതാൻ നോക്കിയത് എല്ലാം സംഘപരിവാർ പറയും പോലെ മാത്രം. ഇതിൽ പകുതി ആൾക്കാരും സംഘപരിവാറിന് വോട്ട് ചെയ്തതാണ് കെജ്രിവാളിനെ പുറത്താക്കാൻ വേണ്ടി. ഇവർ വന്നു കഴിഞ്ഞാൽ ചേരികൾ മാറ്റി അവിടെ വീട് പണിഞ്ഞു കൊടുക്കുമെന്ന് പറയുന്ന വീഡിയോ വരെ ഉണ്ട്. ചാണക സംഖ്യകളെ നിങ്ങളെ ഇപ്പത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഈ ചേരികൾ പൊളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുള്ള തന്നെ പൊളിച്ചിട്ട് അവിടെയുള്ള എല്ലാവർക്കും നല്ല വീടുകൾ നിർമ്മിച്ചു നൽകുന്നു പറഞ്ഞു. ആദ്യത്തെ സംഭവം പ്രധാനമന്ത്രിയും നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത് കറക്റ്റായിട്ട് ചെയ്തില്ല കേട്ടാ. ചേരികൾ പൊളിച്ച് ഇനി അവർക്ക് വീട് കൊടുക്കല് ഞൊട്ടും കൊത്തിയിരുന്നോ. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇപ്പൊ ഈ നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇസ്രായേലിന്റെ ക്രൂരതയെ കുറിച്ച് പറയുന്നത്, ഇറാന് വേണ്ടി സംസാരിക്കുന്നത്, ഗസക്ക് വേണ്ടി സംസാരിക്കുന്നത്, പലസ്തീന് വേണ്ടി സംസാരിക്കുന്നത്. അതേ ടീമിന്റെ അവസ്ഥ തന്നെ ഈ നാട്ടിലെ നമുക്കും കുറച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ നമുക്ക് വേണ്ടി കരയാൻ വേണ്ടിട്ടോ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടോ ആരെങ്കിലും ഉണ്ടാകുമെന്ന്. കാരണം നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, തിരിച്ച് ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആരെങ്കിലും ഉണ്ടാകും വിചാരിക്കുന്നു. മനസാക്ഷിയും മനുഷ്യത്വം ഉള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ കുരുപൊട്ടിയ സംഖ്യകൾ അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും. പക്ഷെ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവം ഒരു ദിവസം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ആർക്കൊക്കെയാണോ എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിരിക്കും. വിട്ട മിസൈലൊക്കെ തിരിച്ച് കുണ്ടിക്ക് വന്ന് തന്നെ പൊട്ടുന്ന ഒരു കാലം വരും. അത് അതിദൂരമല്ല. എന്നാ പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടത്തോടു കൂടി ഒരു സുലാൻ.